ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് കത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. പെട്രോൾ വണ്ടിയാണെങ്കിൽ രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ വാഹനത്തിലുള്ളവർക്ക് പരിക്കൊന്നും പറ്റിയില്ല എന്നതൊരാശ്വാസം. എങ്ങനെയാണ് ഇത് കത്തിയത്? തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടോ? ബിജുകുമാർ, തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. കാറിന് തീ പിടിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. 8 മണിയോടുകൂടിയാണ് ഈ ഓടിക്കൊണ്ടിരുന്ന കാറിന് ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന വഴിയാണ്, ചെമ്മണ്ണ് എന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെ വെച്ചാണ് ഈ കാറിൽ നിന്ന് പുകയുയരുന്നത് കണ്ടതിന് പിന്നാലെ വാഹനത്തിലുണ്ടായിരുന്ന 7 പേർ പുറത്തേക്ക് ഇറങ്ങി മാറുകയും കാറിന് വലിയ തോതിൽ തീ പടർന്നു പിടിക്കുകയുമായിരുന്നു. ആളിക്കത്തിയ തീ അണയ്ക്കാൻ വേണ്ടി നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് പീരുമേട്ടിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. കാർ എന്തായാലും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ തമിഴ്നാട്ടിൽ നിന്ന് വാഗമണ്ണിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തിയ സംഘം സഞ്ചരിച്ച കാറാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. സമാനമായ രീതിയിൽ ഹൈറേഞ്ച് മേഖലയിൽ സമീപ നാളുകളിൽ ഈ കാറ് ഇങ്ങനെ കത്തുന്നത് സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. അത് ഈ വാഹനങ്ങളുടെ ഈ ഓടിച്ചു വരുന്ന ഡ്രൈവർമാരുടെ പരിചയക്കുറവും അതുപോലെ തന്നെ ഈ വഴിയിലൂടെയുള്ള യാത്രയുടെ മറ്റെന്തെങ്കിലും പ്രത്യേകതയാണോ എന്നുള്ളതും വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി വേണം ഇതിലെ പോകാൻ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. റെനോൾട്ടിന്റെ ട്രിബർ എന്ന് പറയുന്ന കാറാണ് കത്തിയത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.